ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ എത്ര സ്നാക്സ് ഉണ്ടാക്കിയാലും നമ്മളെപ്പോഴും ആലോചിക്കുന്ന ഒരു വലിയൊരു ആഗ്രഹമാണെന്ന് തന്നെ പറയാമല്ലേ. അധികം എന്തായാലും വെക്കേഷൻ ടൈം അപ്പോൾ ഒരുപാട് സ്നാക്സ് നമ്മൾ വീട്ടിലുണ്ടാക്കും. പക്ഷേ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സ് ആയിരിക്കും നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് കുറച്ച് പഴമയായിരുന്ന ഒരു സ്നാക്സാണ്. എന്നാലും അറിയാത്തവർക്കായിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്തതാണ് കേട്ടോ. അപ്പം നമ്മൾ അതിനായിട്ട് ഒരു 1/4 കപ്പോളം, ഞാനൊരു കുഞ്ഞു ബൗളിൽ 1/4 കപ്പോളം ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചെടുത്താൽ മാത്രം മതി, അതിന് കുറുക്കിയെടുക്കണം എന്നൊന്നുമില്ല. ജസ്റ്റ് നമ്മളതിൽ വേസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് മാറ്റാൻ മാത്രമായിട്ട് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. അത് തിളപ്പിച്ച് മാറ്റി വെച്ചേക്കാം. ഇപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായി വന്നതിന് ശേഷം നമ്മളെടുത്ത് എല്ലാ നട്ട്സ് നട്ട്സ് ഉണ്ടെങ്കിൽ ചേർക്കുമ്പോൾ നമുക്കൊരു ചെറുതായിട്ടൊന്ന് ഒരു ക്രഞ്ചിനെസ് നന്നായിട്ടുണ്ടാവും കേട്ടോ കഴിക്കുമ്പോൾ. അപ്പോൾ അത് കാരണം നിങ്ങൾ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കപ്പലണ്ടി ആണെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ റൈസിൻസും നമ്മുടെ കാഷ്നട്ട് ബദാം എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് ഇതുപോലെ നമ്മൾ നല്ല ചൂടായി വന്നതിന് ശേഷം നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ്. അതേ പാത്രത്തിൽ തന്നെയാണ് ഒരു വലിയ സൈസിലേക്കുള്ള നേന്ത്രപ്പഴമാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ നേന്ത്രപ്പഴം ചേർത്തിട്ട് നല്ല ചൂടാക്കി എടുക്കാം. നല്ല ചൂടായി വരട്ടെ. നമ്മളിപ്പോൾ ആദ്യം ഉണ്ടായ നമ്മൾ നെയ്യ് ഉണ്ടല്ലോ, അത് മാത്രമാണല്ലോ. അപ്പോൾ കൂടെ വീണ്ടും ഒരു 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നേന്ത്രപ്പഴം ഇതുപോലെ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസായിട്ടാണ് എടുത്തത്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും ചൂടായി കിട്ടും കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു കുഞ്ഞു കുഞ്ഞു പീസായി നമ്മൾ റെഡിയാക്കിയത്. അപ്പോൾ ഞാനിപ്പോൾ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നല്ല ചൂടാക്കി എടുക്കുന്നുണ്ട്. സിമ്മിൽ തന്നെ വെച്ച് ചൂടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത പഴമാണെങ്കിലും കുഴപ്പമില്ല, ചെറിയൊരു ഇളവിലേക്ക് പഴുത്ത പഴമാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നേന്ത്രപ്പഴം എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ല ചൂടാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. മുഴുവനായിട്ട് നന്നായിട്ടൊന്നും ഉടയ്ക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് മാത്രം ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഇപ്പോൾ 1/4 കപ്പ് അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്ന അതേ പാത്രത്തിൽ തന്നെയാണ് 1/4 കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഒരു 1/4 കപ്പോളം റവയും കൂടെ ചേർത്തിട്ട് നല്ല ചൂടാക്കി എടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന അതേ പാത്രത്തിൽ തന്നെയാണ് 1/2 കപ്പ് തേങ്ങയും കൂടെ നമ്മൾ ചേർക്കുന്നത്. തേങ്ങ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ചേർക്കട്ടെ. ഞാനിപ്പോൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്, പക്ഷേ ഞാൻ 1/2 കപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ചേർക്കാം. കൂടെ തന്നെ നമ്മൾ കാച്ചി വെച്ച് നമ്മുടെ ശർക്കര വെള്ളം ഉണ്ടല്ലോ, അതും കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് 2 ടീസ്പൂൺ അരിമാവും കൂടെ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ല ചൂടാക്കി എടുക്കാം. നല്ല ചൂടായിട്ട് നല്ലൊരു തിക്കായിട്ട് കിട്ടും. നമ്മൾ ഈ ഒരു ചപ്പാത്തി മാവൊക്കെ എങ്ങനെയാ അതുപോലെ നല്ല തിക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതുവരെയ്ക്കും നമ്മൾ സിമ്മിൽ തന്നെ വെച്ച് നമ്മൾ ചൂടാക്കി എടുക്കാം. നമ്മുടെ റവയും അരിമാവൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അങ്ങനെ ഇതുപോലെ നല്ല തിളച്ച് തുടങ്ങിയിട്ടിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല മിക്സാക്കി കഴിയുന്ന സമയത്ത് അവസാനമായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു പിഞ്ചോളം ഉപ്പും കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതിപ്പോൾ കണ്ടല്ലോ, ഈ ഒരു ചെറിയൊരു ലൂസ് ഉണ്ട്, ഒന്നുകൂടി തിക്കായി വരട്ടെ. ഇപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോഴാണ് നമ്മൾ ഒരു പിഞ്ചോളം ഉപ്പും ഒരു 1/2 ടീസ്പൂണും ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ നല്ല മിക്സായി വരട്ടെ. അവസാനമായിട്ട് നമ്മൾ ഇനി ചേർക്കുന്നത് നേരത്തെ ചൂടാക്കി വെച്ച നട്ട്സ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു തിക്നെസ് ആകുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ റവ വന്നിട്ട് ചെറിയൊരു തരി പോലെ നമുക്ക് കാണുന്നുണ്ടാകും. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എന്താ റവ വെന്തില്ലല്ലോ, അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് വേവിക്കുക, അങ്ങനെയൊന്നും ചെയ്യണ്ട കേട്ടോ. നമുക്ക് ഇതന്നെ കറക്റ്റാണ്. നമ്മൾ ഇനി ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ റവയും എല്ലാം പെർഫെക്റ്റ് തന്നെ വെന്ത് വരും. ഇനി ശരിക്കും വേണ്ട ഒരു കാര്യം എന്ന് പറയുന്ന സമയത്ത് വാഴയിലയാണ് കേട്ടോ. ഇപ്പോൾ എന്നോട് വാഴയില ഇല്ലാത്ത തന്നെ, പക്ഷേ ട്രൈ ചെയ്യണമെന്ന് തോന്നി, ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്യുന്നതാണല്ലോ. ഇപ്പോൾ കുറച്ച് ദിവസം ഗ്യാപ്പായല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ട്രൈ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് തീരെ വാഴയില ഇട്ടാൻ ഒരു ചാൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ വേറെ ഒന്നും നോക്കിയില്ല കേട്ടോ, ഉള്ളത് ബട്ടർ പേപ്പറാണ്. അപ്പോൾ അതുകൊണ്ട് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബട്ടർ പേപ്പറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും മാക്സിമം എങ്ങനെയെങ്കിലും ഒന്ന് വാഴയിലൊന്ന് സെറ്റ് ചെയ്തിട്ട് ചെയ്യട്ടെ. അപ്പോഴാണ് ആ ഒരു ട്രഡീഷണൽ സ്വീറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് റിയലായിട്ട് ഉണ്ടാകുന്നത്. ആ വാഴയിലയിൽ നല്ല ചൂടാക്കി എടുക്കുന്ന സമയത്ത് ആ ഒരു മണമൊക്കെ നമ്മൾ ഈ ഒരു സ്വീറ്റിൽ ഇറങ്ങിയിട്ട് അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കുന്ന സമയത്ത്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഈ ഒരു വാഴയിലയിൽ വെച്ച് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എന്നോട് ഇല്ലാത്ത കാര്യം ഞാൻ അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വാഴയില ആകുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ഇലയൊന്ന് ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് നെയ്യ് തേച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാം ചൂടാക്കി എടുത്താൽ അടിപൊളിയായിട്ട് ഉണ്ടാവും കേട്ടോ. ഞാൻ ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോഴൊക്കെ ആലോചിക്കുന്നതാണ് വീഡിയോ എടുക്കണമെന്നൊക്കെ, പക്ഷേ അപ്പോൾ ചെയ്യുമ്പോൾ സമയത്തൊക്കെ എനിക്ക് വാഴയില ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് എങ്ങനെ നോക്കിയിട്ടും ഇല കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവസാനം അതുകൊണ്ട് പിന്നെ ബട്ടർ പേപ്പർ യൂസ് ചെയ്തത്. അങ്ങനെ കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഇതുപോലെ റെഡിയാക്കി എടുക്കണം. ഇതുപോലെ റെഡിയാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഉണ്ടാവും കേട്ടോ. ഇത് കണ്ടല്ലോ, നല്ല ആ ഒരു നീളത്തിൽ അങ്ങനെ വെച്ചെടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഒന്ന് റോൾ ചെയ്ത് പോലെ എടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കേണ്ടത്.
അപ്പം ഞാൻ ഇതുപോലെ തന്നെ എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. കൂടെ തന്നെ നമ്മൾ വെള്ളവും ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ആവിയിൽ വേവിച്ചെടുക്കാനായിട്ടാണ് ഇവിടെ വെള്ളവും ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ബട്ടർ പേപ്പർ കൂടെ തന്നെ നമ്മൾ ഇതുപോലെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. മാക്സിമം ഒരു 6-7 മിനിറ്റ് സിമ്മിൽ തന്നെ വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ബാക്കിയെല്ലാം നമ്മൾ വേവിച്ചതാണ്, നമ്മുടെ റവ മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് വരണം. അപ്പോൾ നമ്മളൊരു 6-7 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ തുറന്ന് കാണിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ചെറിയൊരു ചൂട് മാത്രമേ ഉള്ളൂ. നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വാഴയുടെ ആ ഒരു കുറവ് മാത്രമേ ഉള്ളൂ കേട്ടോ, ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല ഹെൽത്തി ആയിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ്, എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇനി വീട്ടിൽ നേന്ത്രപ്പഴം നല്ല പഴുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടും ടെൻഷൻ വേണ്ട കേട്ടോ. ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ട്രൈ ചെയ്ത് നോക്കുക.